അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കേക്കിലേക്ക് ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് 1 kg വെയിറ്റുള്ള കേക്കാണ്. 7 ഇഞ്ച് മോൾഡിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് കേക്കിലേക്കൊക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ കേക്കിൻ്റെ സൈഡിലായിട്ടൊന്ന് കൊടുക്കാം. നമ്മൾ ആ ഒരു ചോക്ലേറ്റൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒരു സർക്കിൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന കളറ് യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ യെല്ലോ ക്രീമാണ് എടുക്കുന്നത്. നോസിലൊന്നും ആവശ്യമില്ല. നമുക്ക് ആ ഒരു ബാഗിലേക്ക് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ടിപ്പ് ചെറുതായിട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആ ഒരു റൈറ്റിങ്ങിനൊക്കെ എടുക്കുന്ന ആ ഒരു ഇതിൽ സൈസിൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മളാ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തില്ല ആ ഒരു ഭാഗം പുറം ഭാഗത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ കേക്കിലേക്ക് കൊടുക്കുന്ന ടൈമിൽ ക്രീം നല്ല ലൂസായിട്ടൊന്ന് എടുക്കണം കേട്ടോ. കുറച്ച് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ വേണം. അതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോസിൽ ഡെക്കറേഷനാണ് കൊടുക്കാനായിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെറ്റൽ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കർവ് വരുന്ന ടിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നോസിൽ നമ്പറില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പെറ്റൽ നോസിലുള്ളത് ആ ഒരു നോസിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ എടുക്കുന്ന കളർ ഓറഞ്ചാണ്. നല്ല ഡാർക്ക് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആ ഒരു ഫ്ലവറിൻ്റെ ടിപ്പ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്കായിട്ടൊന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയറിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്താൽ മതി. നമ്മളൊരു ഫ്ലവർ ചെയ്യുമ്പോൾ ഒരു ടിപ്പ് വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഒന്ന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോ ഫ്ലവറും ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഓരോ ഫ്ലവറും ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേക്കിലേക്ക് കൊടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്കിനി ഒരു 2 ഫ്ലവർ കൂടി ചെയ്തിട്ട് കേക്കിലേക്ക് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് കേക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് അങ്ങനെ അധികം വേറെ ഡെക്കറേഷൻസ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. നമ്മൾ സിമ്പിളായിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കേക്കിലേക്ക് മാറ്റ് റോഡി ഒന്ന് കൊടുക്കാം. ഞാനിവിടെ റൈറ്റിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ 1:1 റേഷ്യോയിൽ എടുത്താൽ മതി. ചോക്ലേറ്റും ക്രീമും ഒരേ അളവിൽ എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അവിടെ നമ്മൾ മാറ്ററൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷനാണ്, പക്ഷെ നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്